പർച്ചേസിങ് ഞങ്ങൾക്ക് സ്ഥിരമാണെങ്കിൽ ഇത് ഓണത്തിന്റെ സ്പെഷ്യലാണ്. 4 ഓണത്തിനിടയ്ക്കാണെങ്കിൽ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ബിസിനസിന്റെ എന്തെങ്കിലും നോക്കാനുണ്ടാവും. കൂടാതെ 2 ഓണക്കോടി വാങ്ങി താത്തേനെയും ദീദീനെയും ചെറുതായി ഒന്ന് ഞെട്ടിച്ചു. ഓണത്തിന്റെ തലേന്ന് തന്നെ ഞങ്ങൾ ചെറുതായിട്ട് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിറ്റേന്ന് കുറച്ച് ഈസി ആവും. അതിനൊരു കാര്യമുണ്ട്, വേറൊരു സെലിബ്രേഷനും പോലെയല്ല. ഓണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഫ്രണ്ട്സിനും അച്ഛന്റെ ഫ്രണ്ട്സിനും ഉള്ള ഒരു ആഘോഷമാണ്. അതിപ്പോ ഒഫീഷ്യലായിട്ട് ഓണത്തിന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരെന്നെ അങ്ങോട്ട് ചോദിക്കും ഓണത്തിന് എന്താ പരിപാടി. കഴിഞ്ഞ ഓണത്തിന് ഭയങ്കര തകൃതിയായ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ചൊന്ന് സിമ്പിളാക്കി. പിന്നെ 2 ആളൊരു കുറവുണ്ട്. സാധാരണ അമ്മ ഉണ്ടാക്കുന്ന സദ്യ പോലെയല്ല, ഓണത്തിന്റെ അന്ന് എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റും കൂടിയാണ്. പിന്നെ എപ്പോഴും ഉണ്ടാക്കാത്ത കുറച്ച് ഐറ്റംസും കൂടെ അന്നും കാണാം. പിന്നെ അത് അടുത്ത ഓണത്തിനെ കാണും. പണ്ട് എനിക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ ഒത്തുകൂടൽ തന്നെ കേട്ടോ മെയിനായിട്ട്. എല്ലാ പ്രാവശ്യവും സദ്യ കഴിക്കാനായിട്ട് മാത്രം വരുന്നവർ ഇപ്രാവശ്യം വെറും കൈയോടെ അല്ല കേട്ടോ വന്നത്. ഒരു സദ്യയുടെ കേക്കും ഉണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ട്. വിഷയം ഓണാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ഓരോരോ കാരണങ്ങൾ കണ്ടെത്തും. അങ്ങനെ ഈ വർഷത്തെ ഓണം അങ്ങനെ പോയി. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ലുലു മോളിലും ബീച്ചിലൊക്കെ ഒന്ന് പോയി കറങ്ങി.